ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചാനലിൽ പോയി കണ്ടതിന് ശേഷം ഗോവർദ്ധനുമായിട്ട് തിരികെ വീട്ടിലെത്തുന്നുണ്ട് ബാലചന്ദ്രൻ. അതിനുശേഷം വിശേഷങ്ങളൊക്കെ എല്ലാവരും ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൂമിൽ വരുന്ന ബാലേന്ദ്രന് ഒരു കോൾ വരുന്നുണ്ട്. അത് മനുവിൻ്റെ ആയിരുന്നു. അങ്ങനെ മനുവിനോട് ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അങ്കിൾ വീട്ടിൽ വന്നു വയ്ക്കും. വന്നു പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കും. എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, അങ്കിൾ പോകുന്ന കാര്യമൊന്നും എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് പറയും. അതിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം ഇപ്പം നിന്നോട് പറയാൻ പറ്റുമോ മനു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലി ജോസഫിനെ കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കും. സ്റ്റാൻലി ജോസഫിനെയോ? അതെ, അത് നീ അങ്ങനെ അറിഞ്ഞു? അത് ഇവിടെ വല്യച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പറയും. ഓ, എന്നിട്ട് വല്യച്ഛൻ എന്താ പറഞ്ഞത്? അത് അങ്കിള് അവിടുന്ന് നേരെ പോയത് ബാലേന്ദ്രൻ അങ്കിള് നേരെ ഗംഗാധരനെ കാണാൻ വേണ്ടിയാണ് നേരെ കോർഗിലോട്ട് വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതെന്ന് പറയും. അവിടെ നിന്നാണ് സ്റ്റാൻലി ജോസഫിൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് വല്യച്ഛൻ പറഞ്ഞതെന്ന് പറയും. തൽക്കാലം നീ ഈ കാര്യം വേറെ ആരോടും പറയണ്ട. എന്താ ഞങ്ങളെ പോയിട്ട് അലീനെ അങ്ങോട്ടാണോ ഇനി താമസിക്കാൻ പോകുന്നതെന്ന് നോക്കും. അതൊന്നും തീരുമാനമായില്ല. ഞാൻ അയാളെ കണ്ടു. അലീനയുടെ അച്ഛനാണല്ലോ. സംസാരിച്ചു. അദ്ദേഹത്തിന് 3 ദിവസം സമയം വേണമെന്നാണ് പറഞ്ഞത്. ആലോചിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. എൻ്റെ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ശരി, ഇപ്പം എനിക്ക് കൂടുതലും സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഞാൻ യാത്ര ചെയ്ത് നല്ല ടയേർഡാണ് മനു. ഞാൻ പിന്നെ നിന്നെ വിളിച്ച് സംസാരിക്കുന്നവരും. ശരി എങ്കിലേ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അതിനുശേഷം ബാലേന്ദ്രൻ്റെ മനസ്സിൽ മൊത്തം പറഞ്ഞത് സ്റ്റാൻലി ജോസഫ് പറഞ്ഞ കാര്യമാണ്. വൈജയന്തിയെ മുമ്പ് വിവാഹം കഴിച്ച ഏതോ ഒരു വിഡ്ഢി അവളെ വിവാഹം കഴിച്ച് കാണും, അവൾക്ക് മക്കൾ ജനിച്ച് കാണും, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും ബാലേന്ദ്രൻ ഇങ്ങനെ ഓർക്കുകയാണ്. കാരണം അയാൾ പറയുന്നുണ്ട് എന്നെ മാത്രമാണ് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രം ബാലേന്ദ്രൻ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മിററിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് അലീനെ കാണാനായിട്ട് നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം അറിഞ്ഞില്ലായിരുന്നു എനിക്ക് വൈജയിൽ ഒരു മകൾ ജനിച്ച കാര്യം. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. 23 വർഷം അവളൊരു അനാഥയായിട്ട് ജീവിച്ചിരുന്നു. ഇനിയും അവളെ ഒരു അനാഥത്തിലോട്ട് തള്ളിവിടാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അപ്പോൾ തങ്ങളുടെ തീരുമാനം എന്താണ്? ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം. ശരി, വരാൻ പറയും. അങ്ങനെ ബാലേന്ദ്രൻ സ്റ്റാൻലി ജോസഫിനെ അകത്തോട്ട് ക്ഷണിച്ചതിന് ശേഷം മോളെ അലീനയെന്ന് വിളിക്കും. ആ സമയത്ത് അലീന അങ്ങോട്ട് വരികയാണ്. വളരെ അതിശയത്തോടു കൂടി നമ്മുടെ സ്റ്റാൻലി ആദ്യമായിട്ടാണ് മകളെ കാണുന്നത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് അലീനെ കാണുന്നതും. അലീന ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ അച്ഛ എന്ന് ചോദിക്കും. അത് മോളെ, ഇത് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. അപ്പം അച്ഛനൊന്ന് കാണാൻ വന്നത്. മോൾ ഒരു നല്ല കോഫി എടുക്കാൻ പറയും. ശരി അച്ഛ എന്ന് പറയും. ബാലചന്ദ്രനെ അച്ഛാന്ന് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് അതിശയമാണ്. കാരണം സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു വിവാഹത്തിന് മുമ്പ് ജനിച്ച ഒരു കുഞ്ഞിനെ, അത് സ്വന്തം മകളെപ്പോലെ അദ്ദേഹം കാണുകയും അത്രയും വാത്സല്യപൂർവ്വം മോളുടെ സ്ഥാനം കൊടുത്താണ് അച്ഛാന്ന് ബാലേന്ദ്രനെ കേൾക്കുമ്പോൾ സ്റ്റാൻലി ഭയങ്കര വിഷമത്തോട്. കാരണം എങ്ങനെ പുള്ളിക്കത് സാധിക്കുന്നു എന്നുള്ളൊരു മനസ്സാണ്. നിങ്ങളുടെ വലിയ മനസ്സിന് ഞാൻ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ കാണുന്നു എന്നറിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത് അലീനയെ നിങ്ങളുടെ സ്വന്തം മകളാണെന്ന് അംഗീകരിക്കുകയും അവളെ നിങ്ങളുടെ കൂടെ താമസിപ്പിക്കണമെന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് അവളെ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ സ്വന്തം മകളായിട്ട് അവൾ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് പറയും ഇനി ഉള്ള കാലം. എന്നിട്ട് ചോദിക്കും, അതെ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. ശരിയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി ജോസഫ് അങ്ങ് മടങ്ങി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ അലീനെ റൂമിലോട്ട് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മോളെ വന്നത് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ല, അച്ഛൻ്റെ സുഹൃത്താന്ന് പറഞ്ഞില്ലേ? അച്ഛൻ്റെ സുഹൃത്തൊന്നുമല്ല, അച്ഛൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് 2 ദിവസമേ ആയുള്ളൂ എന്ന് പറയും. എനിക്ക് മനസ്സിലായില്ല. ആ വീട്ടിലേക്കാണ് മോളെ ഞാൻ ഇനി പറഞ്ഞയക്കുന്നതെന്ന് പറയും. ആ വീട്ടിലേക്കോ? പക്ഷേ എന്തോ എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് എന്തോ ഒരു വല്ലാഴിക പോലെ. അങ്ങനെ കാഴ്ചയ്ക്കൊരു പരിക്കനാണെന്നേ ഉള്ളൂ. അദ്ദേഹം പാവമാണെന്ന് പറയും. ഇനി മോൾ താമസിക്കേണ്ടത് ആ വീട്ടിലാണ്. അല്ലച്ച, ആ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ശേഷം എനിക്കവിടെ എന്ത് ജോലിയായിരിക്കും? ആ വീട്ടിൽ അച്ഛൻ പറഞ്ഞില്ലേ മോളെ, കുറേ നായ്ക്കളുണ്ട്, അവരെ നോക്കാനൊരു സർവൻ്റുണ്ട്, പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളെ അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ ആ സ്ഥാനത്തോട്ടാണ് മോളെ കൊണ്ടുപോകുന്നത്. അത് മറ്റെവിടെയും ശരിയാവത്തില്ല. മോളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മോൾക്ക് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഈ പറഞ്ഞ സ്റ്റാൻലി ജോസഫാണെന്ന് പറയും. അയാൾ ആളൊരു പട്ടാളക്കാരനാണ്, ലെഫ്റ്റനൻറ്റ് കേണലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് എന്തോ ഒരു വിഷമം കണക്ക് അങ്ങോട്ട്. എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടച്ചാന്ന് പറയും. അങ്ങനെ വിഷമമൊന്നും മോൾക്ക് വേണ്ട.
മോളെ സുരക്ഷിതമായ കരങ്ങളിൽ മാത്രമേ അച്ഛനെ ഏൽപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറയും. അതിനുശേഷം എന്നൊക്കെ പറഞ്ഞ് അലീന വലിയ വിഷമത്തോടുകൂടി ഇങ്ങനെ തലയാട്ടാണ്. എനിക്ക് മോൾക്ക് അയാളെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. ആ ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിലെ മുതലാളിയല്ലേ എന്ന് ചോദിക്കും. അപ്പം ബാലേന്ദ്രൻ പറയും മുതലാളി മാത്രമല്ല. അച്ഛൻ ചോദിക്കും ആ പിന്നെ ആരാണ്? അത് മോൾ ഇതുവരെ കാണാത്ത മോളുടെ സ്വന്തം അച്ഛനാന്ന് പറയും. അച്ഛനോ? അതെ, മോളുടെ സ്വന്തം അച്ഛൻ സ്റ്റാൻലി ജോസഫ് എന്ന് പറയും. അത് കേൾക്കുന്ന അലീന ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വന്തം അച്ഛനാണ് അവിടെ വന്നതെന്ന് ബാലേന്ദ്രൻ പറയുമ്പോഴത്തേക്ക് അലീനയ്ക്ക് എന്ത് തിരിച്ച് പറഞ്ഞെന്ന് അറിയത്തില്ല. അലീന വളരെ ഇങ്ങനെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുന്നതാണ്. അലീന ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തറിയും അപ്പോൾ അച്ഛൻ യാത്ര പോയത് എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അതെ, ഞാൻ ഇവിടുന്ന് ഗോവർദ്ധനുമായിട്ട് യാത്ര പോയത് നേരെ ഗംഗേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ വെച്ചാണ് മോളുടെ അച്ഛൻ്റെ അഡ്രസ്സ് ഞാൻ മേടിച്ചത്. അദ്ദേഹം പുനലൂർ കുളത്തൂപ്പുഴയിലാണ് താമസമെന്ന് അറിഞ്ഞ് അവിടെ ഞാൻ വന്നു. അവിടെ ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു മോളെക്കുറിച്ച്, വൈജയന്തിയെക്കുറിച്ചും. അതിനുശേഷം മോളെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് അംഗീകരിക്കണം എന്നുള്ളൊരാവശ്യം മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അതിന് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ മോൾ അങ്ങോട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ മോൾ ഇവിടെ തന്നെ എൻ്റെ മകളായിട്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുമെന്ന് പറയും. ഇത് കേൾക്കുന്ന അലീന കൊട്ടി കരഞ്ഞുകൊണ്ട് പറയും അച്ഛൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് കരയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയും മോളെ ആരെന്ത് പറഞ്ഞാലും നീ എൻ്റെ സ്വന്തം മകളാണ്, എൻ്റെ സ്വന്തം മകളായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നീ എന്നെ വിളിക്കുന്നത് അച്ഛാന്നാ, ആ ഒരു സ്നേഹം മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിക്കണം. ആ രണ്ടുപേരും വലിയ വിഷമത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം അലീന പോകുന്നറിയുമ്പോഴത്തേക്ക് ബബിതയ്ക്കൊക്കെ നല്ല സങ്കടമാണ്. ബബിത രാവിലെ കോളേജിലോട്ടൊക്കെ പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് അലീന പോകുന്നറിയുമ്പോഴത്തേക്ക് ബബിത ഓടി വന്ന് കെട്ടിപ്പിടിച്ച ഉമ്മയെ കൊടുക്കുന്നുണ്ട്. പോവണ്ടെന്ന് പറഞ്ഞിട്ട് അവരാരും അലീന തയ്യാറാവില്ല. കാരണം വൈജയന്തി വീട്ടിലോട്ട് തിരിച്ചു വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അലീന അവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ എല്ലാവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് അലീന വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ പോകുന്നത് കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലോട്ടാണ്. അവിടെ ചെന്ന് മുത്തശ്ശിയെയും സ്വന്തം അമ്മയും കാണണമല്ലോ. അങ്ങനെ നേരെ കൈതക്കൽ വീട്ടിലോട്ട് വരുന്ന സമയത്ത് മുത്തശ്ശിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ലെന്നൊക്കെ പറയും. പക്ഷേ മുത്തശ്ശിക്ക് അറിയാമല്ലോ സ്വന്തം മകളുടെ മകളാണ്. പറയും കുഞ്ഞെ ഞങ്ങൾ നിന്നോട് വലിയൊരു തെറ്റാണ് ചെയ്തത്. 23 വർഷം നീ ഒരു അനാഥയായിട്ട് ജീവിച്ചു. എൻ്റെ വൈജയുടെ മൂത്ത മകളാണ് നീ. എല്ലാ സുഖസൗകര്യത്തോടുകൂടി ഈ വീട്ടിൽ ജീവിക്കേണ്ട കുഞ്ഞാണ്. എന്നിട്ട് പോലും പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കിടന്ന മുത്തശ്ശി കരയാണ്. സാരമില്ല മുത്തശ്ശി മനസ്സിലാക്കിയല്ലോ ഞാൻ ആരാണെന്നുള്ളത്, എനിക്ക് അത്രയും മതിയെന്ന് പറയും. പക്ഷേ എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ വൈജയെ കാണാൻ വേണ്ടി അലീന ചെല്ലുകയാണ്. ആ സമയത്ത് അലീന ഡോറി മുട്ടുന്നുണ്ട്. ആ സമയത്ത് വൈജ ഡോർ തുറക്കും. ഓ നീയോ മേഡം, ഞാൻ വീട്ടിൽ നിന്ന് പോവാമെന്ന് പറയും. ഓ നീ ഇതുവരെ പോയില്ലേ? ഞാൻ യാത്ര പറയാൻ വന്നതാന്ന് പറയും. ഞാൻ നിന്നെ ഒന്ന് കാണാനിരുന്നതാന്ന് പറയും. എന്താ മേഡം, നീ പറഞ്ഞല്ലോ നീ ബാലേന്ദ്രൻ്റെ മകളാണെന്ന്. അല്ല ബാലേന്ദ്രൻ തന്നെ ആണല്ലോ, നീ അയാളുടെ സ്വന്തം മകളാണെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? തങ്കശ്ശേരിക്കാരിയിൽ ഒരു ആംഗ്ലോ ഇന്ത്യനിൽ അയാൾക്ക് വിവാഹത്തിന് മുമ്പ് ജനിച്ച മകളില്ലേ? അന്നേ ഞാൻ പറഞ്ഞേ അയാൾ പറഞ്ഞ കള്ളമാണ്, അയാൾക്ക് അങ്ങനെ ഒരു ഇല്ലീഗൽ റിലേഷൻ ഒരു കുഞ്ഞില്ലെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞാൻ പറഞ്ഞ കള്ളമാണ്. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ചേർന്ന് തന്നെ കബളിപ്പിക്കുകയെന്ന്. ഇത്രയും കാലം നീ ബാലേന്ദ്രൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് നീ സുഖിച്ചങ്ങ് താമസിച്ചല്ലായിരുന്നോ? ഇനി അത് പറ്റത്തില്ലെന്ന് പറയും. ഇല്ല മേഡം ഞാൻ അവിടുന്ന് പോകാമെന്ന് പറയും. നിനക്ക് നാണം കൊണ്ടുപോയി ഇത്രയും നാളും ഒരു വേലക്കാരിയായിട്ട് വന്നിട്ട് അവിടുത്തെ മുതലാളിയെ കയറി അച്ഛാന്ന് വിളിക്കുകയും എന്നിട്ട് എൻ്റെ മക്കളെ എല്ലാവരെയും കുടുംബവും ഭർത്താവിനെ എല്ലാം നീ കൈക്കലാക്കിയില്ലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇൻസൾട്ട് ചെയ്യുന്നത് മാത്രമല്ല അലീനയും ബാലചന്ദ്രനെയും ചേർത്ത് വളരെ വൾഗറായിട്ട് രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അലീന സംസാരിക്കുന്നത്. അലീന പറയാം മേഡം പ്ലീസ് അച്ഛനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കലെന്ന് പറയും. എന്തോ അച്ഛൻ? നിൻ്റെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ. നീ അയാളുടെ കൂടെ താമസിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ ചേർത്തൊരു സംസാരം തുടങ്ങുമ്പോഴത്തേക്ക് അലീന പറയും മേഡം മതി നിർത്താൻ പറയും. ഇനി ഞാനത് കേട്ടോണ്ട് നിൽക്കത്തില്ലെന്ന് പറയും. അച്ഛയ്ക്ക് മേഡം 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നല്ലോ ഒരാളുടെ കൂടെ. ആ താമസത്തിന് ശേഷം മകൾക്ക് മേഡത്തിനൊരു കുഞ്ഞ് ജനിച്ച കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ആ കുഞ്ഞാണ് ഞാനെന്ന് വൈജയുടെ മുഖത്ത് നോക്കി അലീന ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന വൈജയ്ക്ക് പിന്നെ എന്ത് പറയണമെന്ന് വൈജയ്ക്ക് അറിയത്തില്ല. വൈജ കുറച്ച് നേരത്തേക്ക് ഒരുമാതിരി ശബ്ദമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് വൈജയ്ക്ക് പിന്നെ ഒന്നും പറയാൻ നിൽക്കത്തില്ല. അപ്പോഴത്തേക്ക് അലീന പിന്നെ പറയും മേഡം പ്ലീസ് ഇതൊന്നും ഞാൻ പറഞ്ഞോന്ന് കരുതിയല്ല ഇങ്ങോട്ട് വന്നത്. പക്ഷേ മേഡം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയത് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. ഇനി മേലാൽ അച്ഛനെയും എന്നെയും ചേർത്ത് ഒരു രീതി മേഡം സംസാരിക്കരുതെന്ന് പറയും. അതിനുള്ള ഒരു യോഗ്യത മേഡത്തിന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്.
അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.